अस्य श्री शिवरक्षास्तोत्र मंत्रस्य याज्ञवल्क्य ऋषिः श्री सदाशिवो देवता अनुष्टुप् छन्दः श्री सदाशिव प्रीत्यर्थम् शिवरक्षास्तोत्र जपे विनियोग। ശബരിമലയിലെ പുണ്യദർശനമായ മകരജ്യോതി പോലെ മലമുകളിൽ ജ്യോതി തെളിയിക്കുന്ന പവിത്രമായ ഒരു ആചാരം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ഉണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ചിതറിക്കിടക്കുന്ന ഗോത്ര സമൂഹങ്ങളായ ഇരുള, മുടുക, കുറുമ്പ സമുദായങ്ങളുടെ പരമ്പരാഗത വിശ്വാസ കേന്ദ്രമായ മല്ലീശ്വരൻ മുടിയിലാണ് ശിവരാത്രി നാളിൽ സന്ധ്യയ്ക്ക് ജ്യോതി തെളിയിക്കുന്നത്. ആയിരക്കണക്കിന് വരുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ ഈ അത്ഭുത ദൃശ്യം കാണാനായി ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിവിധ ഗോത്ര സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി ആരാധിച്ചു വരുന്ന പർവ്വത ശിഖരമാണ് മല്ലീശ്വരൻ മുടി. അതിനോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് മല്ലീശ്വരൻ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇവിടെ പൂജ നടക്കുന്നത്. ശിവരാത്രി നാളിൽ രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പൂജാരിമാർ ഈ മല കയറി മുകളിലെത്തി സന്ധ്യാസമയത്ത് അവിടെ പൂജാകർമ്മങ്ങൾ നിർവഹിക്കുകയും വലിയ പന്തങ്ങൾ കൊളുത്തി ജ്യോതി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ദർശിക്കാൻ അട്ടപ്പാടിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടുക പതിവാണ്. ഐതിഹ്യം ഇങ്ങനെയാണ്. സഹ്യപർവ്വത നിരകളിൽ ഉല്ലസിച്ച് നടന്നിരുന്ന ശിവപാർവതിമാർ ഏറെക്കാലം ഈ പ്രദേശത്തും അധിവസിച്ചിരുന്നു അത്രേ. ഒരു നാൾ പരമശിവനുമായി പിണങ്ങിയ ശ്രീപാർവതി അദ്ദേഹത്തെ വിട്ട് ഭവാനിപ്പുഴ കടന്ന് മല്ലീശ്വരൻ മുടിയിലേക്ക് മുടുക സ്ത്രീ വേഷത്തിൽ പോയി അത്രേ. പാർവതീദേവിയെ കാണാതായ പരമശിവൻ ഊരുകളിലെല്ലാം തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. വിവശനായ അദ്ദേഹം തൻ്റെ മുന്നിൽ കാണുന്ന മഹാപർവ്വതത്തിന് മുകളിൽ പാർവതീദേവി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നദി കടന്ന് ആ കൊടുമുടിയുടെ ശിഖരത്തിലെത്തുകയും അവിടെ വച്ച് ശ്രീപാർവതീദേവിയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. സന്തുഷ്ടരായ ഇരുവരും അന്ന് രാത്രി അവിടെ അധിവസിക്കുകയും പിന്നീട് മല്ലീശ്വരൻ ക്ഷേത്രത്തിൽ വന്ന് സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു അത്രേ. പ്രാചീന ഗോത്ര സമൂഹങ്ങൾ ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈ ദിനം ഉറങ്ങാതെ ഭഗവത് സേവയോടുകൂടി ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ശിവരാത്രിയായി അവിടെ ആഘോഷിക്കപ്പെടുന്നത്. പ്രകൃതിയും മനുഷ്യൻ നിസ്വാർത്ഥമായി പരസ്പരം ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണ് അട്ടപ്പാടി ഉൾപ്പെടുന്ന മലയോര പ്രദേശങ്ങൾ. അഗളി, ആനക്കട്ടി, ഷോളയൂർ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഈ പ്രദേശത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഗോത്ര വിഭാഗങ്ങൾ കൃഷി, കന്നുകാലി മേയ്ക്കൽ, അതുപോലെ വനവിഭവങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയ ജീവനോപായങ്ങളിലൂടെയാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവയുടെ പങ്കുവയ്ക്കലിന്റെ കേന്ദ്രം കൂടിയാണ് മല്ലീശ്വര ക്ഷേത്ര സങ്കേതം. കഴിഞ്ഞ ഒരു വർഷം മണ്ണിൽ പണിയെടുത്ത് തങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഒരു ഭാഗം ക്ഷേത്രത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് തന്നെ. നെല്ലും പയറുവർഗ്ഗങ്ങളും മറ്റു ധാന്യങ്ങളും കുരുമുളകും മാത്രമല്ല ആടും പശുവും ഉൾപ്പെടുന്ന കന്നുകാലികളെ വരെ ഇവർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. ശിവൻ, പാർവതി, ഗണപതി, നവഗ്രഹങ്ങൾ, ഭദ്രകാളി തുടങ്ങിയ ദേവതകൾ പ്രതിഷ്ഠയായുണ്ട്. മറ്റൊരു സവിശേഷത, തങ്ങളുടെ കന്നുകൾക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വന്യമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാനും വേണ്ടി കന്നുകളുടെ രൂപത്തിലുള്ള പ്രതിമകൾ ക്ഷേത്രത്തിൽ വലിയൊരു വടവൃക്ഷത്തിന് ചുവട്ടിൽ സ്ഥാപിക്കുന്ന ചടങ്ങുണ്ട്. നൂറുകണക്കിന് പ്രതിമകളാണ് ഈ വിധത്തിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മലയോര നിവാസികളുടെ ഗ്രാമീണമായ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഈ കാഴ്ച. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത
ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് വരെ പ്രവേശിക്കാമെന്നുള്ളതും ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുമാണ്. ആരതി ഒഴിഞ്ഞും ബഹുവർണ്ണങ്ങളിലുള്ള മാല്യങ്ങൾ ചാർത്തിയും അവർ ദേവതകളെ ആരാധിക്കുന്നു. ശ്രീകോവിലുകളിൽ ചൊരിയുന്ന വിത്തുകൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം പെറുക്കിയെടുക്കാൻ സാധിക്കും. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന വിത്തുകൾ സ്വന്തം കൃഷിയിടത്തിൽ വിതച്ച് കൃഷി ചെയ്താൽ അതിന് 100 ഇരട്ടി വരെ വിളവ് ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിളവിൽ ഒരു ഭാഗം അടുത്ത വർഷത്തെ ശിവരാത്രി നാളിൽ ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. ശിവരാത്രി ദിവസം രാവിലെ ഭവാനിപ്പുഴയിൽ കുളിച്ചെത്തുന്ന മലപൂജാരിമാരെ ഗോത്രമുഖ്യന്മാരും ഭക്തരും ചേർന്ന് ആചാരപരമായ രീതിയിൽ സ്വീകരിക്കുകയും ശിവസന്നിധിയിൽ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം ഭസ്മലേപനം ചെയ്ത് അവരെ മലയിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു ചടങ്ങാണ്. ഈ സമയം വിവിധ ഊരുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തങ്ങളുടെ കൈവശമുള്ള മുളംകുറ്റികളിൽ പാൽ, തേൻ, വെള്ളം, കാണിക്ക എന്നിവ നിറച്ച് മലപൂജാരിമാരോടൊപ്പം മല കയറാൻ തുടങ്ങുന്നു. ഏറെ ശ്രമകരമായ നടത്തത്തിനൊടുവിൽ വൈകിട്ട് 5:30 അവർ മല്ലീശ്വരമുടിയുടെ നെറുകയിൽ എത്തുന്നു. അവിടെ എത്തി എന്നതിൻ്റെ തെളിവായി താഴെ കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് കാണുവാൻ വേണ്ടി പടഹധ്വനികൾ മുഴക്കിക്കൊണ്ടാണ് അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത്. തുടർന്ന് നടക്കുന്ന പൂജകൾക്കൊടുവിൽ പ്രപഞ്ചത്തെയും മലകളെയും ആരതി ഒഴിയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് കൂറ്റൻ പന്തങ്ങൾ കൊളുത്തി ആ പ്രപഞ്ചത്തെ അവർ ആരാധിക്കുന്നു. ഈ ദർശനമാണ് താഴെ ഭക്തർ ജ്യോതി ദർശനമായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മലനിരകളെ ആരതി ഒഴിഞ്ഞ ശേഷം മുടിയിൽ അധിവസിക്കുന്ന മലപൂജാരിമാർ അന്ന് ശിവഭഗവാന് കാവലായിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഈ സമയം താഴെ മല്ലീശ്വര ക്ഷേത്രത്തിൽ എത്തുന്ന ഗോത്ര സമൂഹങ്ങൾ അവരുടെ കലാപ്രകടനങ്ങളോടെ ഈശ്വര പൂജ നടത്തുന്നു. കേരളീയ കലയായ തിറയാട്ടവും തമിഴ്നാടിൻ്റെ കലയായ കരകാട്ടവും ഗോത്ര സമൂഹങ്ങളുടെ തനത് കലകളായ ഇരുള നൃത്തവും രാമർകൂത്തുമെല്ലാം രാവ് മുഴുവൻ ആ ക്ഷേത്ര സങ്കേതത്തിൽ അരങ്ങേറും. പിറ്റേന്ന് പുലർച്ചെ മലമുടിയിലെ തീർത്ഥക്കുളത്തിൽ നിന്ന് ശേഖരിച്ച തീർത്ഥജലവുമായി മലപൂജാരിമാർ മലയിറങ്ങുന്നു. ഏകദേശം ഉച്ചയോടെ അവർ താഴ്വാരത്തെത്തുന്നു. ഈ സമയം ഭക്തിയോടും ആഹ്ലാദത്തോടും കൂടി ആയിരക്കണക്കിന് വരുന്ന ഗോത്ര സമൂഹങ്ങൾ ഇവരുടെ വരവിനായി കാത്തുനിൽപ്പുണ്ടാകും. ഭക്തിയും ആഹ്ലാദവും അലതല്ലുന്ന അന്തരീക്ഷത്തിൽ ഇവർ തളിക്കുന്ന തീർത്ഥം ശരീരത്തിൽ ഏറ്റുവാങ്ങി വന്ദിച്ചാണ് ജനങ്ങൾ മടങ്ങുന്നത്. പിന്നെ അടുത്ത ശിവരാത്രി വരെയുള്ള കാത്തിരിപ്പാണ്. പ്രകൃതിയെ ചൂഷണ വസ്തുവായി കാണുന്ന ആധുനിക സമൂഹത്തിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിതം നയിക്കുന്ന ഈ സമൂഹങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് ഒരു വഴികാട്ടിയാണ്. ഭക്തിയും കലകളും കുടുംബജീവിതം തന്നെയും ഒരു പ്രപഞ്ച ആരാധനയായി കാണുന്ന സംസ്കാരമാണ് അട്ടപ്പാടി ലോകത്തിന് നൽകുന്ന സന്ദേശം.